Hi friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സോയ ചങ്ക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹൈ പ്രോട്ടീൻ ദോശയുടെ റെസിപ്പിയാണ് ട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് സാധാരണ ദോശയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഒട്ടും മനസ്സിലാവില്ല ഇതിൽ സോയ ചങ്ക്സ് ഒക്കെ ചേർത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ അരി കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് അതിൽ ചേർത്തിരിക്കുന്നത് പറയാം. ഒരു 1.5 കപ്പ് പച്ചരി, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പച്ചരി നമുക്കിതിന് യൂസ് ചെയ്യാം. അപ്പോൾ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന്റെ ശേഷം അത് ഇതേപോലെ ഈ പാത്രത്തിലേക്ക് ഇട്ടു. അതിന്റെ ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പിന്റെ പകുതി വെച്ചിട്ട് ഉഴുന്നെടുത്തിട്ടുണ്ട്. 1/4 കപ്പിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ വരുന്നുണ്ടായിരിക്കും. ഉഴുന്നും നന്നായിട്ട് കഴുകിയിട്ട് അരിയുടെ കൂടെ ഇടുക. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇത് 3ഉം കൂടി ചേർത്തിട്ട് ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്തി വെച്ചാൽ മതിയാവും. ഇപ്പൊ ഒരു 4-5 മണിക്കൂറൊക്കെ കുതിർത്തി വെച്ചതാണ് ഇപ്പൊ ഇത്. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്താട്ടോ. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്താണ്. അപ്പൊ ഇനി ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അരയ്ക്കാവുന്നതാണ്. അപ്പൊ അടുത്തതായിട്ട് പേര് പോലെ തന്നെ സോയ ചങ്ക്സ് ആണ് വേണ്ടത്. അരി എത്രയാണോ എടുക്കുന്നത് വെച്ചാൽ അതിന്റെ പകുതിയാണ് സോയ ചങ്ക്സ് വേണ്ടത്. അതായത് 1.5 കപ്പ് അരിക്ക് 3/4 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം അരി കുതിർത്താൻ വെക്കുന്നതോട് കൂടിയിട്ട് തന്നെ വേറൊരു പാത്രത്തിൽ സോയ ചങ്ക്സും കുതിർത്താൻ വെക്കണം. സാധാരണ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചാൽ മതി. നന്നായി കുതിർന്ന സോയ ചങ്ക്സ് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയതിൻ്റെ ശേഷം ആ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞെടുത്ത സോയ ചങ്ക്സ് ആണ് കേട്ടോ അത്. ഇനി ഇത് അരച്ചെടുക്കാം. ഈ അരിയും ഉഴുന്നും എല്ലാം ഇതിലേക്ക് ചേർക്കാം. സോയ ചങ്ക്സും ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. സാധാരണ നമ്മൾ ദോശയ്ക്ക് അരച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. ഞാൻ കുറച്ച് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറാണ് ചേർക്കേണ്ടത്. ഇത് ഇപ്പൊ ഞാൻ ചേർക്കുന്നത് ഇപ്പൊ ഈ ഉപയോഗിച്ച അരി കുതിർത്തിയ അരിയില് അതിന്റെ ചോറ് തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഏത് ചോറ് വേണമെങ്കിൽ ഇതിൽ ചേർക്കാട്ടോ. ഒരു 1/4 കപ്പ് ചോറ് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ദോശമാവിന്റെ അതേ പരുവത്തിൽ അരച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഉഴുന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഉഴുന്നിന് അലർജിയോ അല്ലെങ്കിൽ ഉഴുന്നിന് ഇപ്പോൾ വാതരോഗമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉഴുന്ന് പറ്റില്ല. അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും കടലപ്പരിപ്പോ അല്ലെങ്കിൽ തൂരപ്പരിപ്പോ അങ്ങനെയും ചേർത്തിട്ടും ഇത് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ബാക്കിയുള്ളത് നമുക്ക് പുളിച്ച് വന്നതിൻ്റെ ശേഷം ചേർക്കാം. ലേശം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് നന്നായിട്ട് പുളിച്ച് വരണമെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുളിക്കാൻ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് രാത്രി ആട്ടോ അരച്ച് വയ്ക്കുന്നത്, പിറ്റേ ദിവസം രാവിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 8-9 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി നേരം വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് പുളിച്ച് വരട്ടെ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു തക്കാളി ചട്നിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ തക്കാളി ചട്നി നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഒരു 6 വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതൊന്ന് വാട്ടിയെടുക്കുക. വല്ലാതെ അങ്ങനെ ബ്രൗൺ ആവുമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളകും പിന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി അത്യാവശ്യം എരിവുള്ളതാണെങ്കിൽ പിന്നെ വേറെ എരിവുള്ള മുളക് ചേർക്കേണ്ട ആവശ്യമില്ല. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. മുളക് നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 തക്കാളിയാണ്. 3 നല്ല പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം. തക്കാളി പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയണം. അപ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം ഇനി. അപ്പോൾ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഞാൻ 2 മിനിറ്റ് അടച്ചു വെച്ചായിരുന്നു കേട്ടോ. ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് വഴറ്റാം. അപ്പോൾ ആ വെളുത്തുള്ളി വഴറ്റിനോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു ചെറിയ സവാള കൂടി വേണമെങ്കിൽ ഇത് കൂടെ വഴറ്റാം കേട്ടോ. ചെറിയ സവാള ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. അതും കൂടി ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ തക്കാളിയുടെ പുളിയൊന്ന് ബാലൻസ് ആവുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ചേർത്ത തക്കാളി അധികം പുളിയൊന്നും ഇല്ലാത്തതാണ്. ഇനിയിപ്പോൾ സവാള ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ കണ്ടില്ലേ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ചട്നി എണ്ണ തെളിഞ്ഞു വന്നിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സോസി പോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് തണുത്തതിൻ്റെ ശേഷം അരച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ അതിലേക്ക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് നല്ലെണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണയിലാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി. ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കണം. പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടിയും ചേർക്കുക. ഒരു 1-2 ഉണക്കമുളകും കൂടിയും ചേർത്തിട്ട് ഇളക്കിയതിൻ്റെ ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ കറിവേപ്പില ചേർത്തത്. ഇനി ഇതിലേക്ക് ഈ ചട്നി ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാട്ടോ. ചട്നി ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ചട്നി റെഡിയായി. ഇനിയിപ്പോൾ ഇതാ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. പാകത്തിന് പുളിച്ചിട്ടേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഇനി ബാക്കി കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം. സാധാരണ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കുക കേട്ടോ വേണമെങ്കിൽ. ഇനിയിപ്പോൾ ഇതാ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ തന്നെ ചുട്ടെടുക്കുക. ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ മീതെ ഞാൻ കുറച്ച് നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബട്ടർ അല്ലെങ്കിൽ നല്ലെണ്ണ, വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതാ മറിച്ചിട്ടു. ഇപ്പോൾ കണ്ടില്ലേ സാധാരണ ദോശയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഒട്ടും മനസ്സിലാവില്ല അതിൽ സോയാ ചങ്ക്സാണ് ചേർത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ദോശയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉഴുന്ന് അധികം വേണ്ട എന്നുള്ളവർക്കൊക്കെ പറ്റിയൊരു ദോശയാണ്. അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ചാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും പറ്റിയതാണ്. എന്താ ഒന്നും കൂടി ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ അതൊരു 3-4 പേർക്ക് കഴിക്കാനുള്ള ദോശ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്തായാലും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.